നോട്ടു വിഷയത്തിൽ കേരളത്തിൽ ഇരുമുന്നണികളും സമരത്തിൽ കൈകോർത്താൽ യഥാർത്ഥ പ്രതിപക്ഷമാവാം എന്ന ബിജെപിയുടെയും കുമ്മനാദികളുടെയും പ്രതീക്ഷകളെയാണ് ചെന്നിത്തലയും കൂട്ടരും തച്ചു തകർത്തത്. നിയമസഭയിലല്ലെങ്കിലും മനോരാജ്യത്തിലെങ്കിലും രാജേട്ടൻ പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറെടുത്തതാണ്. കുമ്മനാദികൾ പൂർണ്ണ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പിണറായിയും ചെന്നിത്തല ഇപ്പോൾ ഏതാണ്ട് ഒരുപോലെ സംസാരിക്കും. ഏതോ ഒരു കുട്ടി പിണറായി ചെന്നിത്തല എന്നെഴുതി എഴുതിയപ്പോൾ പിണറായിയുടെ വള്ളിയിടാൻ മറന്നുപോയി. എന്തോ കുട്ടികളെല്ലാം എഴുതുന്നു, ഇപ്പം പിണറായി എന്നായിപ്പോയി. അപ്പോൾ അടുത്ത് എഴുതി ചെന്നിത്തല എന്നെഴുതി. ചെന്നിത്തല ചെന്നി വായിക്കാൻ പറ്റില്ല, തല വന്നു. അപ്പം രണ്ടും കൂടി കൂട്ടി വായിച്ചോ പണത്തല എന്നായിപ്പോയി. അങ്ങനെ ചെന്നിത്തല പിണറായി ചെന്നിത്തല കൊച്ചി ഇന്ന് വായിച്ച് അവസാനം പണത്തലെന്ന് വായിച്ചു. ശരിയാണ്, രണ്ട് മുന്നണിയും തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം? രണ്ട് മുന്നണിയും ഇടയും സാമ്പത്തിക നയം ഒന്നാണ്. ക്യൂബൻ വിപ്ലവകാരി ഫിഡൽ കാസ്ട്രോ മരിച്ചു കിടക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മോദിക്കെതിരെ ഹർത്താൽ നടത്തിയതിലാണ് കുമ്മനത്തിന് പ്രതിഷേധം. ക്യൂബയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ, ഈ ലോകം മുഴുവൻ ആചരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ താത്വിക ആചാര്യൻ, പാവങ്ങളുടെ പടത്തലവൻ ഫിഡൽ കാസ്ട്രോ മരിച്ച് ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ദുഃഖം ആചരിക്കുക. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹർത്താൽ ആചരിച്ച് കള്ളപ്പണക്കാർക്ക് ശക്തി പകരുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്. ഗോവധ നിരോധനത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ശ്രദ്ധ ക്യൂബയിലേക്ക് ക്ഷണിക്കുകയാണ് കുമ്മനം. ഫിഡൽ കാസ്ട്രോ ഒരു പശുവിനെ സംരക്ഷിച്ചിട്ടുണ്ടത്രേ. ഫിഡൽ കാസ്ട്രോയുടെ ജീവിതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം ഭരിക്കുന്ന സന്ദർഭത്തിൽ ക്യൂബയുടെ രാഷ്ട്രത്തലവനായി നിന്നുകൊണ്ട് ഭരിക്കുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു പശുവിനെ വളർത്തി. ആ പശുവിന് ദേശീയമായ അംഗീകാരം കൊടുത്തു. ആ പശു ചത്തപ്പോൾ വിൽഫ്രണ്ട് ഒബ്രേ എന്നാണ് ആ പശുവിൻ്റെ പേര്. ആ പശു ചത്ത സന്ദർഭത്തിൽ മിലിറ്ററി ഉപചാരങ്ങളോടുകൂടിയാണ്, സൈനിക ബഹുമതിയോടുകൂടിയാണ് ആ പശുവിനെ സംസ്കരിച്ചത്. ആ പശുവിനെ സംസ്കരിച്ച സ്ഥലത്ത് ആ പശുവിൻ്റെ ഒരു വലിയ മെമ്മോറിയൽ സ്മാരകം പണിതിട്ടുണ്ട് ക്യൂബയിൽ, ഹവാനയിൽ. കാണണം. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാർ ആരാധിക്കുന്ന ഫിഡൽ കാസ്ട്രോയുടെ കഥ ഞാൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിലോ കമ്മ്യൂണിസ്റ്റുകാർ ബീഫ് ഫെസ്റ്റിവലും നടക്കുകയാണ്. ചുംബന സമരം, ബീഫ് ഫെസ്റ്റിവൽ, ഇതൊക്കെ അവർ നടത്തും. എന്തൊരു കാലമാണ്. ഫിഡൽ കാസ്ട്രോ ക്ഷീര കർഷകരുടെ സഹകരണ സംഘം പ്രസിഡന്റായിരുന്നു എന്ന് കുമ്മനം കണ്ടുപിടിച്ചില്ലല്ലോ. ഭാഗ്യം. അല്ലെങ്കിലേ സഹകരണ സംഘങ്ങളെ നിലയ്ക്കു നിർത്താൻ കുമ്മനവും കൂട്ടരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.